ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിൽ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. സുധീഷ് പറഞ്ഞതെല്ലാം കള്ളത്തരമാണെന്ന് നിധിക്ക് മനസ്സിലായി. സ്വന്തമായിട്ട് ട്രാവൽ ഏജൻസി ഉണ്ട്, സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് വണ്ടിയെങ്കിലും ഉണ്ടെന്നാണ് നിധി കരുതിയിരുന്നത്. ഇപ്പോൾ അതുപോലും കൂലിക്ക് ഓടുമെന്ന് ഭാസ്കരൻ പറഞ്ഞപ്പോഴത്തേക്ക് സുധീഷിനോട് നല്ല ദേഷ്യം തോന്നി. കാരണം സത്യം എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ മതിയായിരുന്നു, ഇതെല്ലാം കള്ളവാ പറയുന്നത്. സുധീഷിനോട് ദേഷ്യപ്പെട്ടാണ് നിധി അങ്ങ് പോകുന്നത്. അത് കാണുന്ന ഹരീഷും നികേഷും പറയും, എന്തിനാ സുധീഷ് ഏട്ടാ ഇങ്ങനെ ഏട്ടത്തിയോട് കള്ളം പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ സുഭാഷ് പറയും, എടാ അന്ന് ഞാൻ തക്കലേക്ക് നിധിയെയും കൂട്ടിക്കൊണ്ട് വന്ന സമയത്തല്ലേ ഞാൻ അന്ന് ട്രാവൽ ഏജൻസിയുടെ കാര്യവും സ്വന്തമായിട്ട് കാറുള്ള കാര്യമൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ നിധിയോട് അങ്ങനെ കള്ളങ്ങളൊന്നും പറയാറില്ലല്ലോ. സുധീഷേട്ടൻ അന്ന് നിധിയെ കൂട്ടിക്കൊണ്ട് വന്ന അന്നോട്ട് കള്ളത്തരങ്ങളല്ലേ പറയുന്നത്. ഇപ്പം നിധിയേട്ടത്തി ഇത് കണ്ടുപിടിച്ചു, സത്യം അല്ലെന്ന് മനസ്സിലായതുകൊണ്ട് അതിൻ്റെ ദേഷ്യമാണെന്ന് പറയും. എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകും. അപ്പോഴത്തേക്ക് സുഭാഷ് ഒന്നും എന്തോ ഇവിടെ അത് അന്ന് സുഭാഷ് ഏട്ടൻ ഏട്ടത്തെ കോളേജിൽ പറഞ്ഞു വിടാനായിട്ട് പോയ സമയത്ത് ഒരു കൂട്ടുകാരൻ്റെ കാറില്ലയോ സുഭാഷ് ഏട്ടൻ വാടകയ്ക്ക് എടുത്തത്. അപ്പോഴും നിധിയേട്ടത്തെ എടുത്ത് പറഞ്ഞ് അത് സ്വന്തം കാറാണ്. ഇവനെ കൊണ്ട് വലിയ കഷ്ടമാണല്ലോ, ഇവൻ ഒരു കാര്യം ആ കുട്ടിയോട് സത്യം പറയത്തില്ലല്ലോ എന്ന് പറയും. എന്നിട്ട് ഇപ്പം ഏട്ടത്തി പിണങ്ങി പോയതിന് വെറുതെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ഹരീഷ് ചോദിക്കും. എന്തായാലും അവളെല്ലാം അറിഞ്ഞത് നന്നായി, അല്ലെന്നുണ്ടെങ്കിൽ ഇവൻ പറയുന്ന കള്ളത്തിനനുസരിച്ച് നമ്മളും കൂടി സപ്പോർട്ട് ചെയ്തേണ്ടി വരുന്നതെന്ന് പറയും. എനിക്ക് ജോലിക്കാൻ സമയമായി, നീ എന്നെ സൈറ്റിലോട്ടൊന്നാക്കാൻ പറയും. എനിക്ക് ബാ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് സുഭാഷുമായിട്ട് അങ്ങ് സൈറ്റിലോട്ട് പോകാമെന്ന്. അതിന് മുമ്പ് ഒരു ചായക്കടയിൽ കയറി അവർ ചായ കുടിക്കും. ആ സമയത്താണ് സുനന്ദയെ പെണ്ണ് കാണാനായിട്ട് വന്ന പയ്യൻ്റെ അച്ഛനും അമ്മാവനും കൂടി ഒരു ചായക്കടയിലോട്ട് വരുന്നത്. അങ്ങനെ ഇവരെ കണ്ടതും ഇവരടുത്ത് ചോദിക്കും, അതേ ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത്, ഇവിടെ ഒരു ധനഞ്ജയൻ്റെ വീട് അറിയാമെന്ന് ചോദിക്കും. ഉടനെ ഹരീഷ് പറയും, ഞങ്ങൾക്കൊന്നും അറിയത്തില്ലെന്ന് പറയും. അപ്പോൾ പറയും, അതേ അല്ല ഇവിടെ ഇപ്പോൾ കല്യാണം ഒരു പെൺകുട്ടിക്ക് ഞങ്ങൾ കല്യാണം ആലോചിച്ചാൽ എൻ്റെ മോന് വേണ്ടിയാണ്. അപ്പം ആ കുട്ടിയുടെ അച്ഛൻ്റെ പേരാണ് ധനഞ്ജയൻ, ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതേ ഉള്ളൂ. അപ്പം ഒരു കല്യാണമൊക്കെ ഇല്ലേ, അപ്പോൾ പെൺകുട്ടിയെക്കുറിച്ച് ചുറ്റുപാടിനെക്കുറിച്ചൊക്കെ നമുക്ക് അന്വേഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നതെന്ന് പറയും. സുഭാഷ് ഏട്ടൻ വന്നേ നമുക്ക് പോകാമെന്ന് പറയും. ഉടനെ പറയും, അല്ല ഒന്നും പറഞ്ഞില്ല, എനിക്ക് പെൺകുട്ടിയെ അറിയാം, കൊച്ചുനാൾ തൊട്ടുള്ള അറിയാം, വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാണ്, നല്ല സ്വഭാവമാണ്, ഇത്രയും അറിഞ്ഞാൽ മതി. ഒരാലോചനയൊക്കെ വരുമ്പം നമ്മൾ നാട്ടുകാർക്കല്ലേ കൂടുതലും ആ കുടുംബത്തെക്കുറിച്ച് ആൾക്കാരെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റുന്നത്, നമുക്കത്രയും അറിഞ്ഞാൽ മതി എന്ന് പറയും. അങ്ങനെ സുഭാഷിനെയും വിളിച്ചുകൊണ്ട് ഹരീഷ് അങ്ങ് പോവും. എന്തിനാ സുഭാഷ് ഏട്ടാ അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞത്, അവളുടെ കല്യാണം മുടങ്ങുന്നെങ്കിൽ മുടങ്ങട്ടെ, എന്തിനാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. സുനന്ദ നമുക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ, അവളെക്കുറിച്ച് പറയത്തക്ക ഒരു കുറ്റവും ഇല്ല താനും. അവൾക്കൊരു നല്ല ആലോചന വന്നു, അത് നടക്കട്ടെ, ആരെ കല്യാണം കഴിക്കണമെന്നൊക്കെ ദൈവത്തിൻ്റെ തീരുമാനമാണ്, അല്ല നമ്മൾ അതിന് വേണ്ടി മുൻകൈ എടുത്തിട്ടൊരു കാര്യമില്ല, എനിക്ക് അതിനകത്തെങ്ങും ഒരു പരിഭവം ഇല്ലെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഹരീഷിനെ വിഷമോ, സുഭാഷിന് ആരോടും ഒരു പരിഭവമോ ദേഷ്യമൊന്നുമില്ല. അതിനുശേഷം സുഭാഷിനെ സൈറ്റിൽ കൊണ്ടാക്കിയിട്ട് ഹരീഷ് അങ്ങ് വർക്ക് സൈറ്റിലോട്ട് പോവുകയാണ്. അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴാണ് ഭാസ്കരൻ സൈക്കിളിൽ അങ്ങോട്ട് വരുന്നത്. ഭാസ്കരൻ്റെ സ്ഥിരം ചായക്കടയാണല്ലോ. ഉടനെ ഭാസ്കരനെ കണ്ടതും ഈ അമ്മാവൻ ചോദിക്കും, ഇവിടുത്തുകാരനായില്ലേ? എന്താ? അല്ല ഞങ്ങൾ ഈ നാട്ടുകാരല്ല. അത് കണ്ടപ്പോഴേ തോന്നി, ഞങ്ങൾ കുറച്ച് കിഴക്കുന്ന് വരുന്നവരാ, ഞങ്ങളെ ഇവിടെ ഒരു കല്യാണാലോചനയെ ബന്ധപ്പെട്ട് വന്നതാന്ന് പറയും. എല്ലാം അമ്മാവനങ്ങ് പറയുവാണ്. പെൺകുട്ടിയുടെ പേര് സുനന്ദ. അങ്ങനെ അപ്പോഴത്തേക്ക് ഭാസ്കരൻ ഒന്ന് നോക്കും, അച്ഛൻ ഗൾഫിലായിരുന്നു, ധനൻ ഇപ്പം ലീവിന് വന്നിട്ടുണ്ട്, അപ്പോൾ എൻ്റെ പെങ്ങളെ മോന് വേണ്ടി ഇങ്ങനെ കല്യാണം ആലോചിക്കാനായിട്ട് വന്നതാ, ഇതാണ് ചെറുക്കൻ്റെ അച്ഛൻ എന്നൊക്കെ പറയും. അല്ല നമുക്ക് പരിചയമുണ്ടോ പെൺകുട്ടിയെ? പരിചയമുണ്ട്. നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പമാണോ? എൻ്റെ വകയിലൊരു സഹോദരിയുടെ മകളാണെന്ന് പറയും. അപ്പം നിങ്ങൾ അമ്മാവനൊന്നും അല്ല എന്ന് പറയും, സ്വന്തം പെങ്ങളാന്നുള്ള ആരും പറയത്തില്ല. എങ്ങനെയുണ്ട് കുടുംബക്കാരൊക്കെ? നിങ്ങൾ ഒരു കല്യാണം ആലോചിക്കാൻ വന്നുകൊണ്ട് ഞാൻ പറയാം, ഇതേ കണക്കൊരു മോശം പിടിച്ച കുടുംബം ഈ ചുറ്റുപാടൊന്നും ഇല്ലെന്ന് പറയും. പെൺകുട്ടി അവളുടെ സ്വഭാവമേ ശരിയല്ല, അവൾ നേരം വിളിക്കുമ്പോൾ ഓരോരുത്തരത്ത് അങ്ങ് പോവും. പിന്നെ തള്ളയാണെങ്കിൽ തീരെ ശരിയല്ല, ഒരു ഭൂതനെ അവൾ, കഴുത്തിന് ചുറ്റും അവൾക്ക് നാവാ, അവളുടെ വായിക്കെന്ന് വെച്ചാൽ ആർക്കും പിടിക്കാൻ പറ്റത്തില്ല. മൊത്തത്തിൽ ഒരു തൊഴുമ്പ് ഫാമിലിയാണെന്ന് ഭാസ്കരൻ അവരോടങ്ങ് പറയുകയാണ്. കല്യാണം മുടക്കാൻ വേണ്ടി പറയുന്നതല്ല, നിങ്ങളെ കണ്ടപ്പോൾ ഇച്ചിരി കൊള്ളാവുന്ന കുടുംബക്കാരാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ നിങ്ങളൊന്നും കൂടി ഇങ്ങനെ തിരക്കിന് ശേഷം ആലോചിച്ചാൽ മതി, കല്യാണം നടന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് കേൾക്കുന്ന പെണ്ണിൻ്റെ അമ്മാവനും ഇത് കേൾക്കുന്ന ചെറുക്കൻ്റെ അമ്മാവനും അച്ഛനും ടെൻഷൻ ആവുകയാണ്. അവർ പരസ്പരം ചോദിക്കും, എന്താ ഇത്, നേരത്തെ പറഞ്ഞവർ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത് എന്ന് പറയും. അങ്ങനെ ഭാസ്കരൻ നല്ല സന്തോഷമായിട്ട് സൈക്കിളും ചവിട്ടി വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലെത്തുന്നതിന് മുമ്പേ മോളേന്ന് വിളിച്ചുകൊണ്ടാണ് കയറി വരുന്നത്. അങ്ങനെ നിധി ഇറങ്ങി, എന്താ വെച്ചാൽ ഞാനിന്നൊരു നല്ല കാര്യം ചെയ്തു, എന്താ വെച്ചാൽ എൻ്റെ പെങ്ങളുണ്ടല്ലോ ആ ഭൂതന, അവളുടെ മോടെ കല്യാണം ഞാനങ്ങ് മുടക്കിയെന്ന് പറയും. കല്യാണം മുടക്കിയോ? അതെ, അവളും അവളുടെ
ഭർത്താവും കൂടി ചേർന്നല്ലേ എൻ്റെ മക്കളെ ജയിലിൽ കയറ്റിയത്. അങ്ങനെ ഇപ്പോൾ അവൾ ഗൾഫാനെ കല്ലം കഴിച്ച് അങ്ങ് സൂക്ഷിച്ച് ജീവിക്കണ്ട. എൻ്റെ അടുത്ത് വന്നാൽ അവർ പെണ്ണിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും അന്വേഷിച്ചത്. ഞാനുള്ളതും ഇല്ലാത്തതൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്തെന്ന് പറയും. എന്തിനാച്ചാൽ അങ്ങനെയൊന്നും ചെയ്യേണ്ടായിരുന്നല്ലോ. അവളുടെ കല്യാണം നടക്കുന്നെങ്കിൽ നടക്കട്ടെ, നമ്മളായിട്ട് എന്തിനാ പ്രശ്നത്തിന് പോകുന്നത്? പ്രശ്നത്തിന് പോകണം മോളെ. അവൾ ഒരുത്തിയല്ലേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അവൾ എൻ്റെ വീട്ടിൽ ഒളിച്ചും പാത്തും കയറി വരികയും ചെയ്തിട്ട് എൻ്റെ മോനെ അവൻ വന്ന് തല്ലി. അതിനുശേഷം എൻ്റെ മോനും അവൻ്റെ സഹോദരങ്ങൾക്കെതിരെ അവൻ പരാതി കൊടുത്ത്. ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേന്ന് ചോദിക്കും. അതൊക്കെ സുഭാഷിനങ്ങ് വിഷമമാവും. പക്ഷേ സുഭാഷ് നേരത്തെ വന്ന് ആലോചിച്ചപ്പോൾ സുഭാഷിൻ്റെ തീരുമാനം പറഞ്ഞു, നല്ല പെൺകുട്ടിയാണ്, വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാണ്, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞതാണ്. ഭാസ്കരന് ഒരു അവസരം കിട്ടിയപ്പോൾ ഭാസ്കരൻ നല്ല രീതിയിൽ അങ്ങ് കണക്കിനും കൊടുത്തു. കല്യാണം മുടങ്ങുന്നെങ്കിൽ മുടങ്ങട്ടെന്ന് കരുതി. അപ്പം വിവാഹം മുടങ്ങിയതിൻ്റെ സന്തോഷത്തിലാണ് ഭാസ്കരൻ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് വരുന്ന ചെറുക്കൻ്റെ അമ്മയും ചെറുക്കൻ്റെ അമ്മാവനും അച്ഛനും കൂടി സുനന്ദയുടെ വീട്ടിൽ ചെന്നിട്ട് ധനഞ്ജയനോട് സംസാരിക്കുമോ എന്നൊക്കെ വരുന്നതൊക്കെയാണ് നമ്മളിനി വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.